തിളച്ചുമറിയുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇന്ന് ഇലക്ഷൻ ബസ്സിനൊപ്പം ചേരുന്നത് 2020 അധ്യക്ഷൻ സാബു ജേക്കബാണ്. തത്സമയം അഭിലാഷ് മോഹനും ശ്രീജയും ചേരുകയാണ് അവരിലേക്ക്. തീർച്ചയായിട്ടും പ്രതീക്ഷ, ഞങ്ങൾ കുന്നത്തുനാട് പ്രദേശത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020യുടെ സംസ്ഥാന കോർഡിനേറ്റർ സാബു ജേക്കബ് നമ്മോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് 2020 NDAയിൽ അംഗമായതോടുകൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് 2020ക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് നമ്മൾ ഇലക്ഷൻ ബസ്സുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീ സാബു ജേക്കബ്, മുമ്പും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ 3 മുന്നണികളിൽ ഒന്നിൽ, അതായത് NDAയിൽ അംഗമായിട്ടൊരു മത്സരം നടക്കുന്നു. BJPയുടെ കോർ സീറ്റുകൾ തന്നെ അവരോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും അടക്കം. എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് 2020 ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്? അല്ല, ഇതിനകത്ത് ആദ്യമേ നമ്മൾ ഈ ചോദിച്ചു വാങ്ങി അല്ലെങ്കിൽ പിടിച്ചു വാങ്ങി എന്നുള്ളത് തെറ്റാണത്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു മുന്നണിയിലും, നമുക്കറിയാം നമ്മുടെ UDFിലായിക്കോട്ടെ LDFിലായിക്കോട്ടെ കലാപമായിരുന്നു ഈ സീറ്റ് വിഭജനത്തിൽ. പക്ഷേ NDAയിൽ ഇതുവരെ ഒരു അവസരവും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അത്ര സമാധാനപരമായിട്ട്. കാരണം ഇതിലെ കക്ഷികളെല്ലാവരും പരസ്പരം ധാരണയോട് കൂടിയിട്ട് ആണ് സീറ്റിൻ്റെ വിഭജനത്തിൽ തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിൽ ഇന്ന സീറ്റ് വിജയസാധ്യത നോക്കി അത് ഏത് പാർട്ടി മത്സരിച്ചാൽ, ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കും എന്നുള്ളത് വിലയിരുത്തിയാണ് ഓരോ സീറ്റുകളും തീരുമാനിച്ചത്. അല്ലാതെ ഇന്ന സീറ്റ് BJPയുടെ ശക്തി കേന്ദ്രമാണ്, 2020യുടെ ശക്തി കേന്ദ്രമാണ്, അങ്ങനെയല്ലാതെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയിലും കൊടുങ്ങല്ലൂരുമെല്ലാം 2020യുടെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നേതൃത്വത്തിൽ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സീറ്റ് ഞങ്ങളോട് മത്സരിക്കാൻ. അവിടെ പലയിടത്തും താമര ചിഹ്നം വരച്ച് പ്രചരണം തുടങ്ങി മതിൽ ബുക്ക് ചെയ്തിരിക്കുമ്പോഴാണ് 2020യുടെ സ്ഥാനാർത്ഥി വരുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് സ്വാഭാവികമായും മനോവിഷമം ഉണ്ടാവില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിൽ B. ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ വേണ്ടി ഒരുപാട് കാലം അവിടെ കാത്തിരുന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. PR ശിവശങ്കർ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, മറ്റു പല ആളുകളും. അപ്പോൾ അങ്ങനെ ഈ BJP പ്രവർത്തകരുടെ മനോവിഷമം വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാലോ? നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു സഖ്യമെന്ന് പറയുമ്പോൾ വിവിധ കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ എല്ലാ സഖ്യകക്ഷികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആയിരിക്കണം സീറ്റ് വിഭജനം. അപ്പോൾ നമുക്ക് ഇത്തവണ NDAയിൽ 2020 കൂടാതെ 4-5 കക്ഷികൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടത്. അപ്പോൾ എല്ലാ കക്ഷികൾക്കും സീറ്റ് വിഭജിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ BJP മത്സരിച്ച സീറ്റുകളിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. പിന്നെ ഈ മതിലുകളൊക്കെ ബുക്ക് ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും 2020യും ബുക്ക് ചെയ്തിട്ടുണ്ട്, BJPയും ബുക്ക് ചെയ്തിട്ടുണ്ട്, LDFും ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പതിവായിട്ട് എല്ലാ 140 മണ്ഡലങ്ങളിലും ഈ 3 മുന്നണികളും അവർ മതിൽ ബുക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം BJP മത്സരിച്ചോളണം എന്നല്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത 2020യുടെ മതിലുകൾ ഒരുപാടുണ്ടത്. ആ മതിലുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകതയൊന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. വികസന കൂട്ടായ്മയായിട്ടാണ് രൂപം കൊണ്ടത്. അതിനൊരു രാഷ്ട്രീയ സ്വഭാവം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതൊരു പൂർണ്ണമായ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ BJPയൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ 2020 എന്ന് പറയുന്നത് ഈ വികസന കാഴ്ചപ്പാടോടെ നിൽക്കാം എന്ന് കരുതി വന്ന കുറേ പേരുണ്ടായിരുന്നു. അവർക്ക് രാഷ്ട്രീയം വേണ്ട എന്നതായിരുന്നു അവരുടെ അഭിപ്രായം. ഈ മുന്നണി സംവിധാനത്തിലേക്ക് കയറിയപ്പോൾ അങ്ങനെ 2020യുടെ ഒരു ബേസിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്? അല്ല, ഇതിനകത്ത് ഇവിടെ ഞങ്ങളൊരു മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് രാഷ്ട്രീയ സ്ഥിതിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്രോച്ചിലോ ആശയങ്ങളോ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും മുന്നോട്ട് വയ്ക്കുന്ന ആശയം വികസന കാഴ്ചപ്പാടാണ്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് NDAയിൽ ചേരാനായിട്ടുണ്ടായ ഒരു കാരണം തന്നെ ഇന്ന് NDAയുടെ ഭാഗമായ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാം വലിയ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ തീർച്ചയായിട്ടും NDA പോലെയുള്ള ഒരു പാർട്ടിയിൽ കൂടിയാലാണ് ഞങ്ങളുടെ ഈ വികസന കാഴ്ചപ്പാട് കേരളമെമ്പാടും വളരെ വേഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളങ്ങനെ വന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തുടങ്ങിയ ആ രീതിയിൽ നിന്ന് അല്പം വ്യത്യാസം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് പ്രവർത്തകരിൽ ചെറിയ അതൃപ്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടത്. കുറച്ച് പേര് വിട്ടുപോകുന്നതായിട്ടുണ്ടായിട്ടുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് 15,20,000 മെമ്പർഷിപ്പുണ്ട് 2020ക്ക്. അതിൽ ഒഫീഷ്യലായിട്ട് ഇതുവരെ വിട്ടുപോയത്, ഞങ്ങളുടെ മെമ്പർഷിപ്പുള്ള ആളുകൾ വിട്ടുപോയത് 3 പേരാണ്. അതേസമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് NDAയിൽ വന്നതിന് ശേഷം
ആ ഒരു മുന്നണി സംവിധാനത്തിൽ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കൂടിച്ചേർന്നിട്ടുണ്ടത്. അല്ല, ഈ ഇതൊരു രാഷ്ട്രീയ പരീക്ഷണമാണ്. 2020 സംബന്ധിച്ച് 2020 തന്നെ നിന്നു, പഞ്ചായത്തുകൾ 4 പഞ്ചായത്തുകൾ ജയിച്ചു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വോട്ട് 12%, 15% ഒക്കെ വോട്ടൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. അപ്പോൾ NDAയിലേക്ക് പോകുന്നു, അത് വേറൊരു പരീക്ഷണമാണ്. ആദ്യം ഉണ്ടായ അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, ഒരു പുനർവിചിന്തനം, അതായത് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട, 2020 ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു റീതിങ്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഞങ്ങൾക്ക് യാതൊരു സംശയവും ഞങ്ങളുടെ മുന്നിലില്ല. തീർച്ചയായിട്ടും 2020 നേടിയിരിക്കുന്ന ഇപ്പോൾ ഒരു ആവറേജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15.3% വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കണക്ക് കൂട്ടുന്ന സമയത്ത് അതും BJPയും കൂടി കൂടുമ്പോൾ ചെറിയ കുറവുകൾ വരാം, അതേ സമയത്ത് കൂടുതലും വരാം. അപ്പോൾ സാധാരണ രീതിയിൽ 1, 1, 2 എന്നുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഇവിടെ 1, 1, 2 അല്ലാതെ 3, 4 ആയിട്ട് ഉയരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ കൂട്ടുകെട്ട് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുനർചിന്തനത്തിൻ്റെ ഒരു ആവശ്യകത ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെയൊട്ടും ഉണ്ടാവുകയുമില്ല. 2020 സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് പരിചിതരായ ഒരുപാട് പേർ ആ പട്ടികയിൽ വന്നു. പക്ഷേ അവരിൽ പലരും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ തലേ ദിവസമാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് അറിഞ്ഞത്. ഈ 2020 കാഴ്ചപ്പാടുകളോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ ഒക്കെ കുറച്ചുകൂടെ സജീവമായ ആളുകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ, ഇപ്പം ഞങ്ങൾ പലരെയും കണ്ടു അല്ലേ, നമ്മൾ വരുന്ന വഴിക്ക് NDAയുടെ സ്ഥാനാർത്ഥികൾ, 2020 സ്ഥാനാർത്ഥികൾ, ഇന്നിപ്പോൾ രാവിലെ അഞ്ജലിയെ കണ്ടു. അപ്പോൾ ഇവർക്കൊന്നും ഒരു രാഷ്ട്രീയ പരിചയമോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി പ്രവർത്തിച്ചൊരു പരിചയമില്ല. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു മാനദണ്ഡം, അവരെ തിരഞ്ഞെടുക്കുന്നതിലൊരു മാനദണ്ഡം എന്തായിരുന്നു? നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഒട്ടാകെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ മത്സരിക്കുക, അവർ വിജയിക്കുക, അധികാരത്തിലേക്ക് കയറുക, അത് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ ഈ രാജ്യം വികസനത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വികസനം നടപ്പാകാത്തതിൻ്റെ കാരണം. നമുക്കറിയാം, ഈ രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും സമരം നടത്തിയും ബസ്സുകൾ കല്ലെറിഞ്ഞും ഫാക്ടറികൾ തീവച്ചും സമരം നടത്തിയും ഹർത്താൽ നടത്തിയൊക്കെ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നവരാണ്. പല രാഷ്ട്രീയക്കാരും നമുക്ക് കണ്ടറിയാം, എവിടെയെങ്കിലും പോയി പോലീസിനെ ആക്രമിച്ച് അവിടെ ഒരു സീനുണ്ടാക്കി ജയിലിൽ പോയി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിലൊരു നേട്ടമായിട്ടൊരു അവർ കരുതുന്നവരുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വരെ സിനിമക്കാർ വന്നു കഴിഞ്ഞാൽ വികസനം നടക്കും. അല്ല, ഞാനത് പറഞ്ഞു വരട്ടെ. അപ്പോൾ അതിന് പകരം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ സിനിമ എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് കൂട്ടരുത്. അതിൽ 1, 2 വ്യക്തികൾ സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ 19 സ്ഥാനാർത്ഥികളുണ്ട്. 19 സ്ഥാനാർത്ഥികൾ എടുത്തു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതൃഭൂമി ഇലക്ഷൻ ബസ്സിൽ